അപ്പോൾ ചാപ്റ്റർ 16 വരെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ചാപ്റ്റർ 17 ആണ്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. ഹെഡിങ് എന്ന് പറയുന്നത് ഇന്ത്യ ഹെർ പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ എന്നുള്ളതാണ് നമ്മളെ ഹെഡിങ് വന്നിട്ടുള്ളത്. അതായത് ഇന്ത്യയെക്കുറിച്ച് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു തോട്ടാണ്, നമുക്കൊരു എസ്സേ പോലത്തെയാണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സമ്മറിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കാം. ഇന്ത്യ ഹെർ പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ ഇസ് എ സ്പീച്ച് ഗിവൺ ബൈ ജവഹർലാൽ നെഹ്റു. ഇന്ത്യ ഹെർ പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു സ്പീച്ചാണ്. There is confusion and worry in Nehru's mind about the best way forward. അതായത് നെഹ്റുവിൻ്റെ മനസ്സിൽ ഒരു കൺഫ്യൂഷനും ഒരു ടെൻഷനും വരികയാണ്. എന്തിന്? ഇന്ത്യയെ ഫോർവേഡ് മുന്നിലേക്ക് നയിക്കാൻ എന്തു ചെയ്യണം എന്നതിനെക്കുറിച്ച്. ഹിസ്റ്ററി ടു ഹിം വാസ് ലൈക്ക് എ വോയേജ് ടു ഡിസ്കവർ ദ പാസ്റ്റ്. അതായത് അദ്ദേഹം ചിന്തിക്കുന്നത് ഹിസ്റ്ററി എന്ന് പറയുന്നത് പാസ്റ്റ് ഡിസ്കവർ ചെയ്യാനുള്ള ഒരു ഉപായമാണ്. അതായത് ആദ്യകാലത്തെ പോലെ തന്നെ വേണമോ എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. നെഹ്റു വാസ് അവെയർ ഓഫ് ദ കൺട്രീസ് അച്ചീവ്മെൻറ്റ്സ് ആൻഡ് ഷോർട്ട് കമ്മിങ്സ്. അതായത് അദ്ദേഹം വളരെ അവെയറാണ്, ശ്രദ്ധാലുവാണ്. എന്തിന്? ഇന്ത്യയുടെ അച്ചീവ്മെൻറ്റിൻ്റെയും ഷോർട്ട് കമ്മിങ്സ്, ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം വളരെ അവെയർ ആയിട്ടിരിക്കുകയാണ്. Through the speech, he talks about his dreams about future India. അതായത് അദ്ദേഹത്തിൻ്റെ സ്പീച്ചിൽ അദ്ദേഹം മുഴുവനായിട്ട് പറയുന്നത് ഫ്യൂച്ചർ ഇന്ത്യ, ഭാവിയിലെ ഇന്ത്യയെക്കുറിച്ചാണ്. He also complains about the division among people based on caste and customs. അതേപോലെ അദ്ദേഹം പരാതി പറയുന്നുണ്ട്. എന്തിന്? നമ്മുടെ ഇന്ത്യയെ ആൾക്കാരെ എന്തിന് ഡിവിഷൻ ചെയ്തിരിക്കുന്നു? കാസ്റ്റ് ആൻഡ് കസ്റ്റം, അവരുടെ ആചാരവും അവരുടെ രീതികളും അവരുടെ ജാതിയും ഒക്കെ വെച്ചിട്ട് അവരെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. He want to build a new India on old foundation. അദ്ദേഹത്തിന് ഒരു പുതിയ ഇന്ത്യ കെട്ടിപ്പടുക്കണം. ഇങ്ങനെ ഓൾഡ് പഴയ ബേസിൽ തന്നെ പുതിയൊരു ഇന്ത്യ അദ്ദേഹം കെട്ടിപ്പടുക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. Nehru believes that science and technology will be able to solve the problems of providing primary necessities of all life all over the world. അതായത് അദ്ദേഹം ചിന്തിക്കുന്നത് സയൻസും ടെക്നോളജിയും അതുകൊണ്ട് മാത്രമാണ് ആബിൾ ടു സോൾവ്, അതിന് കഴിയും. എന്തിന്? ഇന്നത്തെ കാലത്ത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സയൻസിനും ടെക്നോളജിക്കും കഴിയുമെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. ഹി വാണ്ടഡ് ഇന്ത്യ ടു ബി ഫ്രീ ഫ്രം ആൾ സോർട്സ് ഓഫ് വയലൻസ് ആൻഡ് പീപ്പിൾ ബി യുണൈറ്റഡ്. അദ്ദേഹം ആഗ്രഹിക്കുന്നത് ഇന്ത്യ എല്ലാ അക്രമത്തിൽ നിന്ന് ഇന്ത്യക്ക് മുക്തി നേടണമെന്നും അതേപോലെ ഇന്ത്യ യുണൈറ്റഡ് ഒത്തൊരുമയോടെ പോകണമെന്നുമാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. ഇതാണ് സ്റ്റോറി വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് സ്റ്റോറി അല്ല, നമ്മുടെ സ്പീച്ചിൻ്റെ തീം വന്നിട്ടുള്ളത്. അതായത് നെഹ്റുവിൻ്റെ ഒരു സ്പീച്ചാണ് ഇന്ത്യ ഹെർ പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ എന്ന് പറയുന്നത്. അതിൽ അദ്ദേഹം ഇന്ത്യയെ എങ്ങനെ ആയിരിക്കണം, ഫ്യൂച്ചറിൽ എങ്ങനെ ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹത്തിന് എന്ത് പറയുന്നു? ജനങ്ങൾ ഒത്തൊരുമയോടെ ജീവിക്കണം, അതേപോലെ ടെക്നോളജിയും സയൻസ് കൊണ്ടുവരണം, പിന്നെയോ കാസ്റ്റ് കസ്റ്റം ഡിവിഷനൊക്കെ മാറണം എന്നൊക്കെയാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അതാണ് സ്പീച്ചിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളെ സ്പീച്ച് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ചാപ്റ്റർ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്യാം. As the Prime Minister of the country, what are the major tasks that Nehru faces? അതായത് പ്രൈം മിനിസ്റ്റർ എന്ന രീതിയിൽ നെഹ്റു ഏതൊക്കെ മേജർ ടാസ്ക്കാണ് അഭിമുഖീകരിച്ചത് എന്നാണ് ചോദ്യം. ആൻസർ: നെഹ്റു മെയിൻ ടാസ്ക്സ് ആർ 1. To choose the best structure that will lead the country to prosperity and progress. B. To stir people to take action and bring change. അതായത് ഒന്നെന്ന് പറയുന്നത് എന്താണ്? ഒരു നല്ലൊരു സ്ട്രക്ചർ ചൂസ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? ഇന്ത്യയെ പ്രോസ്പെരിറ്റി ആൻഡ് പ്രോഗ്രസ് മുന്നോട്ട് നയിക്കാനും അതേപോലെ അഭിവൃദ്ധിക്കൊക്കെ വേണ്ടിയിട്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ട് നല്ലൊരു സ്ട്രക്ചർ സെലക്ട് ചെയ്യണം. നെക്സ്റ്റ് വൺ വന്നിട്ട് എന്താണ്? സ്റ്റിർ പീപ്പിൾ ടു ടേക്ക് ആക്ഷൻ ടു ബ്രിങ് ചേഞ്ച്. അതായത് ആൾക്കാർക്ക് അവബോധം കൊടുത്ത് അവരെ മുന്നോട്ട് കൊണ്ടുവരിക. എന്തിനു വേണ്ടിയിട്ട്? ബ്രിങ് ചേഞ്ച്, മാറ്റങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതാണ് ഒരു ക്വസ്റ്റ്യൻ. അതായത് നെഹ്റുവിൻ്റെ വന്ന മേജർ ടാസ്ക്സ് ഏതൊക്കെയാണെന്ന്. നെക്സ്റ്റ്, വാട്ട് റോൾ ഡസ് നെഹ്റു ഗീവ് ടു സയൻസ് ആൻഡ് ടെക്നോളജി? എന്തൊക്കെ സയൻസിനും ടെക്നോളജിക്കും അദ്ദേഹം കൊടുക്കുന്ന റോൾ എന്താണെന്നാണ് ചോദ്യം.
Answer. Science and technology will be able to solve the problem of providing primary necessities of life to everyone all over the world. അതായത് സയൻസും ടെക്നോളജിയും കൊണ്ട് എന്ത് സംഭവിക്കാം? സോൾവ് ദ പ്രോബ്ലംസ്, പ്രശ്നങ്ങൾ പരിഹരിക്കാം. എങ്ങനെയോ? ആൾ ഓവർ ദ വേൾഡ്, ഈ ലോകത്തുള്ള എല്ലാവരുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളും പരിഹരിക്കാൻ സയൻസിനും ടെക്നോളജിക്കും കഴിയുമെന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. വാട്ട് ഡു വി ലേൺ അബൌട്ട് നെഹ്റു ഫ്രം ദിസ് സ്പീച്ച്? നെഹ്റുവിൻ്റെ ഈ സ്പീച്ചിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് എന്നാണ് ചോദ്യം. ആൻസർ. നെഹ്റു ഹാസ് എ ഡീപ്പ് നോളജ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി. ഹി അപ്പിയേഴ്സ് ടു ബി കൺസേൺഡ് ആൻഡ് ഡസ് നോട്ട് സ്പീക്ക് ഇൻ എ ലാംഗ്വേജ് ഓഫ് ഹാറ്റഡ് ഓർ ആങ്കർ. ഹി ഈസ് എ മാൻ ഓഫ് സയൻസ് ആൻഡ് ഹാസ് ഡീപ്പ് ഫെയ്ത്ത് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. അതായത് ഈ നെഹ്റുവിന് ഇന്ത്യയെക്കുറിച്ച് വളരെ ഡീപ്പായിട്ടുള്ള അറിവുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ലാംഗ്വേജിനെയോ ആരെക്കുറിച്ചോ ഒന്നും മോശമായിട്ടല്ല പറഞ്ഞത്. അദ്ദേഹം എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? സയൻസിനെയും ടെക്നോളജിയെയും കുറിച്ച് മാത്രമാണ് പറയുന്നത് ഈ സ്പീച്ചിൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് നെഹ്റൂസ് വിഷൻ ഓഫ് ഇന്ത്യ ഇൻ ദ ഫ്യൂച്ചർ? അതായത് ഫ്യൂച്ചറിനെ കുറിച്ച് നെഹ്റുവിൻ്റെ വിഷൻ, കാഴ്ചപ്പാട് എന്തൊക്കെയാണെന്നാണ് ചോദ്യം. ആൻസർ. നെഹ്റൂസ് വിഷൻ ഓഫ് ഇന്ത്യ ഈസ് ടു റൈസ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് ഇന്ത്യൻ പീപ്പിൾ. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് എന്താണ്? ഇന്ത്യൻ പീപ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഉയർത്തിക്കൊണ്ടുവരണം എന്നുള്ളതാണ്. ഹി വിഷസ് ദാറ്റ് ദർ ഷുഡ് ബി നോ കാസ്റ്റ് സിസ്റ്റം ഓർ ക്ലാസ് സിസ്റ്റം ഇൻ ഇന്ത്യ. അദ്ദേഹം ആഗ്രഹിക്കുന്നത് ഇന്ത്യയിൽ കാസ്റ്റ് സിസ്റ്റവും ക്ലാസ് സിസ്റ്റവും തുടച്ചു മാറ്റപ്പെടണമെന്നാണ്. He hopes that every human being should be given the opportunity to develop its potential. അപ്പോൾ ഇതിനു വേണ്ടി എന്ത് ചെയ്യണം അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്? എവരി ഹ്യൂമൻ, എല്ലാ മനുഷ്യരും ഇതിനു വേണ്ടി തയ്യാറായി മുന്നോട്ട് വരണം. He wants people to adopt the changes but they should never forget their past. അതായത് ജനങ്ങൾ ഈ ചേഞ്ചസ് സ്വീകരിക്കുകയും അവരുടെ പാസ്റ്റ് മറക്കാതിരിക്കുകയും ചെയ്യണം. നെഹ്റു വാണ്ട്സ് ബോത്ത് കണ്ടിന്യൂറ്റി ആൻഡ് ചേഞ്ച്. നെഹ്റു എന്താവശ്യപ്പെടുന്നു? തുടർച്ച, കണ്ടിന്യൂറ്റിയും ചേഞ്ചും അദ്ദേഹം ആഗ്രഹിക്കുന്നു. ഹി ഗിവ്സ് ഇമ്പോർട്ടൻസ് ടു ദ പാസ്റ്റ്. അദ്ദേഹം പാസ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഹി പ്രൈസ് ഗാന്ധിജീസ് പീസ് ആൻഡ് ട്രൂത്ത് ദാറ്റ് വിൽ ബ്രിങ് റെവല്യൂഷണറി ചേഞ്ച് ദാറ്റ് ഹാർട്ട്ഫിൽറ്റ് ദ ഹ്യൂമൻ ബീയിങ്സ്. അദ്ദേഹം എന്താണ് ആഗ്രഹിക്കുന്നത്? ഗാന്ധിജിയുടെ പീസ് ആൻഡ് ട്രൂത്ത്, സമാധാനവും സത്യസന്ധതയും എല്ലാവരിലും എത്തണം. അത് എല്ലാ ജനങ്ങളിലും മാറ്റങ്ങൾ കാണപ്പെടും എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. എന്താണ് നെഹ്റുവിൻ്റെ വിഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ വരുന്ന ക്വസ്റ്റ്യൻ. വാട്ട് മേക്സ് നെഹ്റൂസ് ടാസ്ക് ഡിഫിക്കൽട്ട്? എന്താണ് നെഹ്റുവിൻ്റെ ഈ ടാസ്കുകൾ ഡിഫിക്കൽട്ട് ആക്കാനുള്ള കാരണം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ നോക്കാം. Nehru's task is made difficult by the disturbance and confusion of that times. There is also mental conflict caused by trying to retain both old values and spirit and material progress. അതായത് നമ്മൾ ഡിസ്കസ് ചെയ്തു പ്രശ്നം എന്താണ്, ഇവിടെ ഡിഫിക്കൽസ് എന്താണ് വരുന്നത്? ഡിസ്റ്റർബൻസ്, കൺഫ്യൂഷനും ഡിസ്റ്റർബൻസുമാണ് അദ്ദേഹത്തിന് പ്രശ്നമായി വന്നത്. അതായത് മെന്റൽ കോൺഫ്ലിക്റ്റ്, അതായത് മാനസികപരമായിട്ടുള്ള ആശയ കുഴപ്പമാണ് വന്നത്. കാരണം എന്താണ്? പഴയ ബേസിൽ തന്നെ പഴയ അടിത്തറയിൽ പുതിയൊരു ആശയം മുന്നോട്ട് കൊണ്ടുവരിക, അത് ആളുകളിൽ ചെലുത്തുക, അവരതിന് തയ്യാറായി വരിക എന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമായിരുന്നു അദ്ദേഹത്തിന്. അതാണ് അദ്ദേഹത്തിൻ്റെ ടാസ്ക് വളരെ ഡിഫിക്കൽട്ടായിട്ട് തോന്നിയതെന്നാണ് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ്. വാട്ട് മോഡൽ ഓഫ് ചേഞ്ച് ഡസ് ഗാന്ധിജി പ്രൊവൈഡ്? വാട്ട് ആർ ഇറ്റ്സ് അഡ്വാൻറ്റേജസ്? ഏത് തരത്തിലുള്ള മോഡലാണ് ഗാന്ധിജി പ്രൊവൈഡ് ചെയ്തിരുന്നത്? അദ്ദേഹം പറയുന്നുണ്ട് ഗാന്ധിജിയെക്കുറിച്ച് നെഹ്റു. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ്? എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ എന്നാണ് ചോദ്യം. ആൻസർ. ഗാന്ധിജീസ് മോഡൽ യൂസസ് ബോത്ത് കണ്ടിന്യൂറ്റി ആൻഡ് ചേഞ്ച്. ഗാന്ധിജി പറഞ്ഞത് എന്താണ്? കണ്ടിന്യൂറ്റി ആൻഡ് ചേഞ്ച്. തുടർച്ചയും വേണം, മാറ്റവും വേണം. അതായത് പഴയതിലെ തുടർച്ചയോടൊപ്പം പുതിയ മാറ്റങ്ങളും കൊണ്ടുവരിക. ദ അഡ്വാൻറ്റേജസ് ആർ ദാറ്റ് ഇറ്റ് യൂസ് ട്രൂത്ത് ആൻഡ് പീസ്ഫുൾ വേസ് ടു ബ്രിങ് അബൌട്ട് റെവല്യൂഷണറി ചേഞ്ചസ്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? ട്രൂത്ത് ആൻഡ് പീസ്ഫുൾ, സമാധാനത്തിലും സത്യസന്ധതയോടും കൂടി നമുക്ക് പുതിയ ചേഞ്ചുകൾ കൊണ്ടുവരാം. ഹി യൂസസ് മെത്തേഡ്സ് ദാറ്റ് ആർ ഇൻ ഇന്ത്യൻ ഇൻ ഒറിജിൻ. അതായത് ഇന്ത്യയുടെ ഒറിജിൻ വരാൻ വേണ്ടി അദ്ദേഹം ഈ മെത്തേഡ് യൂസ് ചെയ്യാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം ഇതാണ് നെഹ്റുവിൻ്റെ സ്പീച്ചായ ഇന്ത്യ ഹെർ പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ എന്ന സ്പീച്ചിൽ പറയുന്നത്. നന്നായിട്ട് ശ്രദ്ധിക്കുക, നന്നായി മനസ്സിലാക്കുക. അപ്പം അടുത്ത ക്ലാസ്സിൽ നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.